Hi, in this lecture we are going to discuss about view and view group in Android. First of all, let's go to view. The view class represents the basic building block for user interface component. So, നമ്മുടെ user interface component ന്റെ basic building block ആണ് view എന്ന് പറയുന്നത്. So, view use ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ entire Android application നമ്മൾ develop ചെയ്യുന്നത്. So, everything is a view. Okay. Now, a view occupies a rectangular area on the screen and is responsible for drawing and event handling. So, a view എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു rectangular area ആണ്, നമ്മുടെ സ്ക്രീനിലുള്ള ഒരു rectangular area ആണ്, and it is responsible for drawing and event handling. നമ്മളുടെ ഷേപ്പുകൾ ഡ്രോ ചെയ്യുക, ഇവന്റ് ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെ നടക്കുന്നത് വ്യൂസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. Now, view is the base class for widgets which are used to create interactive UI components like buttons, text fields, edit text, etc. അതായത് ബട്ടൺസ്, ടെക്സ്റ്റ് ഫീൽഡ്സ്, എഡിറ്റ് ടെക്സ്റ്റ്, നമുക്ക് എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്, എഡിറ്റ് ടെക്സ്റ്റ്, നൗ എഡിറ്റ് ടെക്സ്റ്റ്, അതേപോലെ ബട്ടൺസ്, ദെൻ സ്പിന്നേഴ്സ്, നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ സ്പിന്നേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, ദെൻ സ്വിച്ചസ്, ഓക്കെ, സംതിങ് ലൈക്ക് ഈ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ കാണുന്ന എല്ലാ വിഡ്ജറ്റ്സും അതിൻ്റെയൊക്കെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് വ്യൂ ക്ലാസ് ആണ്. അതിൻ്റെയൊക്കെ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വ്യൂ ക്ലാസ് ആണ്. ഓക്കെ. സോ എൻ്റയർ വ്യൂ ക്ലാസ് റെപ്രസെൻറ്റ്സ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ യൂസർ ഇന്റർഫേസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ. നൗ all of the views in a window are arranged in a single tree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ടാവും. നമുക്ക് ബട്ടൺസ് ഉണ്ടാവും, ദെൻ നമുക്ക് ടെക്സ്റ്റസ് ഉണ്ടാവും. ഓക്കെ. ദെൻ നമുക്ക് എഡിറ്റ് ടെക്സ്റ്റുകൾ ഉണ്ടാവും, നമുക്ക് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ്സ് ഉണ്ടാവും. ഓക്കെ. സോ ഇതെല്ലാം ഒരു ട്രീ, ജസ്റ്റ് ലൈക്ക് എ ട്രീ, അതായത് ഒരു എൻ്റയർ വിൻഡോയിൽ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ നമ്മളൊരു ട്രീ രൂപത്തിലാണ്, നമുക്ക് ഒരു ഹൈറാർക്കി രൂപത്തിലാണ് നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ എ ബട്ടൺ വിൽ ബി ദർ, ഓക്കെ, എ ടെക്സ്റ്റ് വ്യൂ വിൽ ബി ദർ, ആൻഡ് edit text will be there. Okay. Now you can add views either from code or by specifying a tree of views in one or more XML layout. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് വ്യൂ കോഡ് യൂസ് ചെയ്തിട്ട് വ്യൂസിനെ ആഡ് ചെയ്യാൻ പറ്റും. സോ either we can use code to add views or by specifying in one or more XML files. നമുക്ക് XML files യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വ്യൂസിനെ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഓക്കെ. Now there are many specialized subclasses of views that act as controls or are capable of displaying text, images and other contents. നമുക്ക് സ്പെഷ്യലൈസ്ഡ് സബ് ക്ലാസ്സസ് ഉണ്ട്. അതായത് നമുക്ക് ടെക്സ്റ്റ് വ്യൂ, ഓക്കെ, ടെക്സ്റ്റ് വ്യൂ is a special type of view, text view. Now it is capable of displaying ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വ്യൂ ആണ് ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ദെൻ ഇമേജ് വ്യൂ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വ്യൂ ആണ് ഇമേജ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് അനദർ സബ് ക്ലാസ് ഓഫ് വ്യൂ ക്ലാസ്. ഓക്കെ. നൗ നമുക്ക് ബട്ടൺ, നമുക്ക് പ്രസ്സിംഗ് ഓപ്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വ്യൂ ആണ് ബട്ടൺ എന്ന് പറയുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വ്യൂസ്. ഓക്കെ. സോ വിച്ച് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ സം സ്പെഷ്യൽ ആക്ഷൻസ്. സ്പെഷ്യൽ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് വ്യൂസ് ഉണ്ടാകുന്നതാണ് പറഞ്ഞത്, സബ് ക്ലാസ്സസ്. ഓക്കെ. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ an application. ഒരു എക്സാമ്പിൾ ആണ്, ഒരു ആപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ ആണ്. ഹിയർ യു ക്യാൻ സീ, now this represents this is our app. This is a text view. ഇതൊരു ടെക്സ്റ്റ് വ്യൂ ആണ്. So you can see this is a text view. Now here we can edit our text, right? നമുക്ക് ഇവിടെ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. So this is a edit text. Now here we can select options. So this is a checkbox.
നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ചെക്ക് ബോക്സ് ആണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ചെക്ക് ബോക്സ്. നൗ ദിസ് ഈസ് എ റേഡിയോ ബട്ടൺ. ഇതൊരു റേഡിയോ ബട്ടൺ ആണ്. നമുക്ക് കാണാം റേഡിയോ ബട്ടൺ. സോ എ സിംഗിൾ റേഡിയോ ബട്ടൺ ഈസ് ദർ ആൻഡ് എ റേഡിയോ ഗ്രൂപ്പ് ഈസ് ദർ. മോർ ദാൻ വൺ റേഡിയോ ബട്ടൺസ് വിൽ ബി ദർ. നമുക്ക് അതിനെ ഒരു ഗ്രൂപ്പ് ആക്കാനും പറ്റും. റേഡിയോ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, നോ ദിസ് റെപ്രസെന്റ്സ് ആൻ ഇമേജ്. ഇതൊരു ഇമേജ് ആണ്. ഓക്കെ, ഇമേജ് ആണ്. അതുകൊണ്ട് ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള വ്യൂ ആണ് ഇമേജ് വ്യൂ എന്ന് പറയുന്നത്. ഇതൊരു ബട്ടൺ ആണ്. സോ ദിസ് ഈസ് എ ബട്ടൺ വ്യൂ. ഇതൊരു എക്സാമ്പിൾ ആപ്പാണ്. ഒരു എക്സാമ്പിൾ ആപ്പിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വ്യൂസ്. ഓക്കെ, നൗ ഒരു റിയൽ ആപ്ലിക്കേഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ദിസ് ഈസ് എ റിയൽ ആപ്ലിക്കേഷൻ വിച്ച് ഈസ് KTWeb. യു ക്യാൻ സി. സോ ദിസ് ഈസ് എ KTWeb. This is the home screen of a KTWeb application, and this is the link to download this application, Android application. Now here you can see, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഇമേജ് വ്യൂ ആണ്. ഓക്കെ, ഇമേജ് വ്യൂ ആണ്. ഇവിടെ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രിവെൻഷൻ. സോ ഈ കോവിഡ് ടൈമിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് എ ഇമേജ് വ്യൂ. ഓക്കെ, now here you can see we have a text view. ഇവിടെ BTech എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഐക്കൺസിനെ നമ്മൾ എഴുതിയിട്ടുള്ള BTech എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്. അതുപോലെ ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വ്യൂ. നമ്മളുടെ ഐക്കൺസിനെ ഗ്രിഡ്സ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസിന് നമ്മളൊരു ഗ്രിഡ് ആയിട്ട്, അത് ഇവിടെയൊക്കെ നമ്മൾ ഗ്രിഡ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ഗ്രിഡ് വ്യൂ. ആൻഡ് ഇൻസൈഡ് ദ ഗ്രിഡ് വ്യൂ വി ഹാവ് അനദർ ഇമേജ് വ്യൂ. നമുക്ക് ഓരോ ഐറ്റംസിന് ഡിസ്പ്ലേ ചെയ്യാൻ ഇമേജ് വ്യൂ ഉണ്ട്. സോ ദിസ് ഈസ് ലൈക്ക് എ ട്രീ, റൈറ്റ്? ഇതാണ് നമ്മൾ വ്യൂ ട്രീ എന്ന് പറഞ്ഞത്. നമുക്ക് എൻറ്റയർ ആക്ടിവിറ്റിയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വ്യൂസ് വിൽ ബി ദർ, ബട്ട് ദീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ട്രീ. നമുക്കൊരു ട്രീ രൂപത്തിലാണ് ഈ വ്യൂസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹിയർ അറ്റ് ദ ബോട്ടം യു ക്യാൻ സി വി ഹാവ് ബോട്ടം നാവിഗേഷൻ വ്യൂ. ബോട്ടം നാവിഗേഷൻ വ്യൂ എന്ന് പറയുന്നത് എൻറ്റയർ ഈ ഒരു സെക്ഷനെയാണ് നമ്മളത് പറയുന്നത്. സോ ഇൻസൈഡ് ദ ബോട്ടം നാവിഗേഷൻ വ്യൂ നമ്മളിത് ഓരോന്നും ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ്. സോ ഈ ഐറ്റംസിനനുസരിച്ച് നമ്മൾ ഓരോരോ നാവിഗേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ബോട്ടം നാവിഗേഷൻ വ്യൂ, ഐറ്റംസ്, ഇമേജ് വ്യൂ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്യൂസ് ആർ ദർ. ഓക്കെ, റൈറ്റ്? ഇനി ഇതെല്ലാം ഈ പറയുന്ന എല്ലാ വ്യൂസും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ലേഔട്ട്സിലായിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേഔട്ട്സിലായിരിക്കും. എന്താണ് ലേഔട്ട് എന്നുള്ളത് നമ്മൾ വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നൗ a few types of common operation that we can perform on views are, first one is set property. നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രോപ്പർട്ടീസ് ലൈക്ക് വ്യൂസിന് എന്തുണ്ടാവും, വ്യൂസിന് ഹൈറ്റ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഹൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ടെക്സ്റ്റ്, അപ്പോൾ ടെക്സ്റ്റ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ടൺ ആണെങ്കിലും അതിന്റെ ടെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് IDs ഉണ്ടാവും. ഓക്കെ, സോ IDs നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ID എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. കാരണം ID യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ട്രീയിൽ ആ ഒരു പർട്ടിക്കുലർ വ്യൂവിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് കോഡിങ്ങിൽ. ഓക്കെ, സോ ID we can set properties like ID. Then we can set margin. ഒരു വ്യൂക്കുള്ള മാർജിൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പാഡിങ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ദർ ആർ എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ്. കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ വി ക്യാൻ സെറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ദെൻ വി ക്യാൻ സെറ്റ് ഫോക്കസ്. ഇപ്പോൾ നമ്മൾ ടച്ച് മോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫോക്കസ് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മൗസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ വ്യൂസിനെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഫോക്കസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് എഡിറ്റ് ടെക്സ്റ്റിലൊക്കെ നമ്മളുടെ ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഡിറ്റ് ടെക്സ്റ്റിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് കീബോർഡ് ഓപ്പൺ ആയി വരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ സെറ്റ് ഫോക്കസ്. ദെൻ സെറ്റപ്പ് ലിസണേഴ്സ്. നമുക്ക് ക്ലിക്ക് ലിസണേഴ്സിനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ലിസണേഴ്സ് അതായത് നമ്മളുടെ വ്യൂ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ, സോ ബട്ടൺസിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ
ഒരു ഓപ്പറേഷൻ പർട്ടിക്കുലർ ഓപ്പറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ we can set up click listeners, on touch listeners, right? So particular actions നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ പർട്ടിക്കുലർ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിസണേഴ്സിനെ സെറ്റപ്പ് ചെയ്യുന്നത് നമ്മുടെ വ്യൂവിൽ. ദെൻ വി ക്യാൻ സെറ്റ് വിസിബിലിറ്റി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിസിബിലിറ്റി വിസിബിൾ ആക്കാൻ പറ്റും. there are different type of visibility option: visible, then invisible and gone. 3 type of visibility options ആണ്. നമുക്ക് ഈ ഏത് വിസിബിലിറ്റി ഓപ്ഷൻ വേണമെങ്കിലും നമ്മളുടെ വ്യൂയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, now views may have an integer id associated with them. so നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ വ്യൂ എന്ന് പറയുന്ന വ്യൂവിൽ ഒരു ഇൻറ്റിജർ id ഉണ്ടാവും. സോ ഈ ഐ ഡി എന്ന് പറയുന്നത് യുണീക്ക് ആവാം. നമ്മളുടെ കോഡ് ട്രീയിൽ, ഒരു സ്പെസിഫിക് കോഡ് ട്രീയിൽ നമ്മളുടെ ഐ ഡി ഷുഡ് ബി യുണീക്ക് ആയിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ യുണീക്ക് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, ബട്ട് യുണീക്ക് ആവുന്നതാണ് നല്ലത്. ഈ ഐ ഡി വെച്ചിട്ടാണ് നമ്മളൊരു വ്യൂവിനെ നമ്മുടെ കോഡിൽ നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്. ഓക്കെ, now these IDs are typically assigned in the layout XML file, so and are used to find specific views within the view tree. So assigned in the layout XML file. XML ഫയലിലാണ് നമ്മളുടെ വ്യൂസിനെ കോമൺലി നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ വ്യൂ വിത്തിൻ ദി വ്യൂ ട്രീ. വ്യൂ ട്രീയിൽ നമ്മളുടെ വ്യൂവിനെ ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ വ്യൂ IDs need not be unique throughout the tree, but it is a good practice to ensure that they are at least unique within the part of the tree that you are searching. അപ്പോൾ നമുക്ക് throughout the tree നമ്മളുടെ ID യുണീക്ക് ആയിരിക്കണം എന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ആ പാർട്ട് ഓഫ് ദ ട്രീയിലെങ്കിലും നമ്മളുടെ ID യുണീക്ക് ആവുന്നതാണ് നല്ലത്. ഓക്കെ, now to define a button in the layout file and assign it a unique ID. നമുക്കൊരു ബട്ടണിനെ നമ്മളുടെ ലേഔട്ട് ഫയലിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് how to define a button. Okay, a button നമുക്കത് നോക്കാം. റൈറ്റ്, സോ യൂസിങ് ദിസ് കോഡ്, ഇത് നമ്മളുടെ ബട്ടണിനെ അസൈൻ ചെയ്യാനുള്ള ഒരു കോഡാണ്. നമ്മളുടെ XML ഫയലിലാണ് നമ്മൾ ഈ ഒരു കോഡ് റൈറ്റ് ചെയ്യുന്നത്. So starting with the angle bracket button. So this represents the widget name. നമ്മളുടെ വ്യൂ ഏതാണോ ആ വ്യൂവിൻ്റെ നെയിമാണ് ഈ ബട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ this line is used to assign the ID. Here you can see Android ID equal to @+ ID my button. ഇവിടെ my button എന്ന് പറയുന്നതാണ് നമ്മളുടെ ID എന്ന് പറയുന്നത്. ആക്ച്വൽ ID എന്ന് പറയുന്നത് my button എന്ന് പറയുന്നതാണ്. സോ ഈ my button എന്ന് പറയുന്ന ID യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ വ്യൂവിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ലൈക്ക് വിഡ്ത്ത്, നമ്മളുടെ വ്യൂയുടെ വിഡ്ത്ത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ വ്യൂവിൻ്റെ ഹൈറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നൗ വ്യൂ, ആ ബട്ടൻ്റെ ടെക്സ്റ്റ്, ആ ബട്ടൺ എന്ത് റെപ്രസെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം, മൈ ബട്ടൺ എന്ന് പറയുന്ന ടെക്സ്റ്റാണ് ആ ബട്ടൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ പ്രോപ്പർട്ടീസ്. സോ വി ക്യാൻ സെറ്റ് പ്രോപ്പർട്ടീസ് ലൈക്ക് properties. Okay, so we can set properties like ID, width, height and text, right? സോ ഈ രീതിയിൽ നമുക്കൊരു ബട്ടണിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ബട്ടണിനെ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാമിൽ കോൾ ചെയ്യുന്നത് നോക്കാം. സോ ഫ്രം ദി ഓൺ ക്രിയേറ്റ് മെത്തേഡ്, നൗ ദിസ് ഓൺ ക്രിയേറ്റ് മെത്തേഡ് ഈസ് എ മെത്തേഡ് ഇൻ അവർ പ്രോഗ്രാം. ഓക്കെ, അവർ ജാവ ക്ലാസ്, നമ്മുടെ ജാവ ക്ലാസ്സിലുള്ള ഒരു മെത്തേഡാണ് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്നത്. നൗ ഫ്രം ദ ഓൺ ക്രിയേറ്റ് we can actually find the button. നമുക്ക് ആ ഒരു ബട്ടണിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും യൂസിങ് ദി ID ഓഫ് ദാറ്റ് ബട്ടൺ. ആ ബട്ടൻ്റെ ID യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നൗ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദി ബട്ടൺ. നമ്മളുടെ ഏതാണ് വ്യൂ? നമ്മുടെ വ്യൂ ബട്ടൺ ആണ്. നൗ ആ വ്യൂ നമ്മൾ ആ ക്ലാസ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, വ്യൂ ക്ലാസ്. ദെൻ വി ഹാവ് ടു ഗിവ് ഇറ്റ് എ നെയിം, നമ്മളുടെ വേരിയബിൾ നെയിം കൊടുക്കണം. നൗ വി ക്യാൻ ഫൈൻഡ് ദ ബട്ടൺ യൂസിങ് ദി ഫൈൻഡ് വ്യൂ ബൈ ID. Now using this find view by ID,
ആൻഡ് ഗിവിങ് ഇറ്റ് എ ഐ ഡി. നമുക്ക് അതിലേക്ക് ഒരു ഐ ഡി പാസ് ചെയ്തിട്ട് നമുക്ക് ആ ബട്ടണിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. r.id.myButton. ദിസ് മൈ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ ഐ ഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ മൈ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് നമ്മളുടെ ജാവ കോഡിൽ നമുക്ക് നമ്മളുടെ വ്യൂവിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്? ഓക്കെ, നൗ വ്യൂ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നൗ എ വ്യൂ ഗ്രൂപ്പ് ഈസ് എ സ്പെഷ്യൽ വ്യൂ ദാറ്റ് കണ്ടെയ്ൻ അതർ വ്യൂസ് കോൾഡ് ചിൽഡ്രൻ. വേറെ വ്യൂസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വ്യൂ ആണ് വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, the view group is the base class for layouts and view containers. layouts ന്റെ ബേസ് ക്ലാസ് ആണ് വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത് layouts ന്റെ ബേസ് ക്ലാസ് ആണ്. now this class also defines the view group dot layout params class which serves as the base class for layout parameters. so layout parameters ന്റെ ക്ലാസ് ആയിട്ട് ബേസ് ക്ലാസ് ആയിട്ട് സെർവ് ചെയ്യുന്ന വ്യൂ ഗ്രൂപ്പ് ഡോട്ട് ലേഔട്ട് പാരാംസ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതും ഈ ഒരു വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഓക്കെ, നൗ എന്താണ് വ്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്? വ്യൂ ഗ്രൂപ്പ് ഈസ് എ സ്പെഷ്യൽ വ്യൂ. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വ്യൂ ദാറ്റ് കാൻ കണ്ടെയ്ൻ അതർ വ്യൂസ്. നമുക്ക് അതർ വ്യൂസിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വ്യൂ ആണ് വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. സോ ഇത് നമ്മളുടെ ഒരു വ്യൂ ട്രീൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അറ്റ് ദി റൂട്ട് വി ഹാവ് എ വ്യൂ ഗ്രൂപ്പ്. നമ്മൾ ഒരു ലേ ഔട്ടിലാണ് നമ്മളുടെ ഈ ഒരു വ്യൂ ട്രീന് നമ്മൾ എൻറ്റയർ നമ്മളുടെ ആക്ടിവിറ്റി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, UI ഡിസൈൻ ചെയ്യുന്നത് ഒരു ലേ ഔട്ട് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി എ ലേ ഔട്ട്. സോ ലേ ഔട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വ്യൂ ഗ്രൂപ്പിൻ്റെ സബ് ക്ലാസ് ആണ്. ഡിഫറെൻറ്റ് ലേ ഔട്ട്സ് വിൽ ബി ദർ. ലേ ഔട്ട്സ് ലൈക്ക് ലീനിയർ layout, then frame layout, etc. okay, so ഇത് വ്യൂ ഗ്രൂപ്പിന്റെ ഒരു സബ് ക്ലാസ് ആണ് ലേഔട്ട്സ് എന്ന് പറയുന്നത്. ലേഔട്ട്സ്. ഓക്കെ, സോ ഈ ലേഔട്ട്സിൽ ലീനിയർ ലേഔട്ടിൽ വി ക്യാൻ ഹാവ് അനദർ ലേഔട്ട്. നമുക്ക് വേറെ ലേഔട്ട് ആവാം. ഓക്കെ, സോ ലേഔട്ട് വ്യൂ ഗ്രൂപ്പ് ക്യാൻ കണ്ടെയ്ൻ അനദർ വ്യൂ ഗ്രൂപ്പ്സ്. ഓക്കെ, and view group can contain other views. നമുക്ക് വ്യൂസും ആവാം. സോ വ്യൂസ് എന്ന് പറയുന്നത് we can have a text view, image view. okay, image view, then spinner is another view. okay, edit text. so edit text പോലത്തെ ഡിഫറെൻറ്റ് വ്യൂസ് ആവാം നമുക്ക്. സോ നമുക്ക് ഒരു വ്യൂ ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് വ്യൂസ് ആവാം, ബട്ട് ഒരു വ്യൂവിൽ നമുക്ക് വേറെ വ്യൂ ഗ്രൂപ്പിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഒരു റൂട്ട് വ്യൂ ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ റൂട്ട് ലേ ഔട്ട് ഉണ്ടാവും. സോ ഈ ലേ ഔട്ടിലാണ്, സ്പെസിഫിക് ലേ ഔട്ടിലാണ് നമ്മൾ ഡിഫറെൻറ്റ് വ്യൂസിനെ അറേഞ്ച് ചെയ്യുന്നതും അതേപോലെ വേറെ വ്യൂ ഗ്രൂപ്പിനെ അറേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദിസ് ഈസ് ദ യൂസർ ഇൻ്റർഫേസ് ഓഫ് അവർ ആപ്ലിക്കേഷൻ, we can have this. ഇത് എൻ്റയർ സ്ക്രീൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ലേ ഔട്ട് ആയിരിക്കും. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ലേ ഔട്ടിലാണ് നമ്മൾ നമ്മളുടെ വ്യൂസിനെയൊക്കെ അറേഞ്ച് ചെയ്യുക. സോ ദിസ് ലേ ഔട്ട് ക്യാൻ കണ്ടെയ്ൻ ബട്ടൺ ഉണ്ടാവും. ഓക്കെ, നൗ ലേ ഔട്ട് കണ്ടെയ്ൻ ടെക്സ്റ്റ് ഉണ്ടാവും, ABCD. ഓക്കെ, ടെക്സ്റ്റ് ഉണ്ടാവും. ദെൻ വേറെ ഈ ലേ ഔട്ടിൻ്റെ ഉള്ളിൽ വേറെ ഒരു ലേ ഔട്ട് ഉണ്ടാവാം, ഒരു ലേ ഔട്ട്, ഏത് രീതിയിലുള്ള ലേ ഔട്ട് വേണമെങ്കിലും ആവാം. സോ അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമുക്ക് ടെക്സ്റ്റ് വ്യൂ ഉണ്ടാവും. ഓക്കെ, ദെൻ നമുക്ക് എഡിറ്റ് ടെക്സ്റ്റുകൾ ഉണ്ടാവും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ഉണ്ടാവും. ദെൻ വി വിൽ ബി ഹാവിങ് എ ബട്ടൺ, ഓക്കെ ബട്ടൺ, സംതിങ് ലൈക്ക് ദാറ്റ്. ഈ രീതിയിലാണ് നമ്മൾ എൻ്റയർ വ്യൂസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ വ്യൂ ട്രീ. ഓക്കെ, സോ അപ്പോൾ ഈ സെഷൻ മനസ്സിലായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.